താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. നിലവിൽ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ കടത്തിവിട്ട ശേഷം ചുരം പൂർണ്ണമായി അടയ്ക്കും. മണ്ണ് നീക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വയനാട് ചുരത്തിൽ നിന്ന് ഫൈസൽ നെടുമ്പാല ചേരുന്നു. ഇന്ന് വൈകിട്ട് 6:45 കൂടിയാണ് വയനാട് ചുരത്തിൽ വലിയ തരത്തിലുള്ള മണ്ണിടിച്ചിലുണ്ടാകുന്നത്. ചുരം വ്യൂ പോയിന്റിനോട് ചേർന്നാണ് മണ്ണിടിഞ്ഞത്. മണ്ണും പാറക്കഷ്ണങ്ങളും മരങ്ങളും ഉൾപ്പെടെ റോഡിലേക്ക് പതിക്കുകയായിരുന്നു. വലിയ അപകടം തലനാരിഴക്കാണ് ഒഴിവായി പോയത്. ബൈക്ക് യാത്രക്കാരും കാർ യാത്രക്കാരും ഉൾപ്പെടെ അത് അപകടം നടക്കുന്നതിന്റെ തൊട്ട് മുമ്പാണ് ഇതുവഴി കടന്നു പോയത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ 2 ദിവസങ്ങളായി വയനാട്ടിലൊന്നും അതിശക്തമായ മഴ പെയ്യുന്നില്ല. അത്ര മഴ പെയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു മണ്ണിടിച്ചിലുണ്ടായത് എന്നുള്ളതാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്. സമാനമായ രീതിയിൽ മുമ്പ് പലതവണയും ഇത്തരത്തിൽ ചെറിയ തരത്തിലുള്ള മണ്ണിടിഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള ബൈക്ക് യാത്രക്കാർക്കുൾപ്പെടെ അപകടം പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ പൂർണ്ണമായും ചുരത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. നിലവിൽ കുടുങ്ങിയ വാഹനങ്ങൾ മാത്രമേ ഇപ്പോൾ ചുരത്തിലൂടെ കടത്തിവിടുകയുള്ളൂ എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുള്ളത്. രാവിലെ 7 മണിക്ക് ഈ പറയുന്ന ഈ നിലവിലെ മണ്ണ് ഇടിഞ്ഞത് നീക്കം ചെയ്യുന്നുള്ള പുനഃപ്രവർത്തികൾ ആരംഭിക്കും. തുടർന്ന് മണ്ണ് പരിശോധന നടത്തും. ചുരത്തിൽ എത്രത്തോളം ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്, എത്രത്തോളം ഉറപ്പുണ്ട് എന്നുള്ള കാര്യത്തിലുള്ള ഒരു തീരുമാനം ഇനി വരേണ്ടതുണ്ട്. അതൊക്കെ തന്നെ രാവിലെ 7 മണി മുതൽ പുനരാരംഭിക്കുമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ബലക്ഷയം പരിശോധിച്ച ശേഷം മാത്രമേ ഇനി പൂർണ്ണമായും ഗതാഗതം ഇതിലൂടെ പുനഃസ്ഥാപിക്കുകയുള്ളൂ എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റു വാഹനങ്ങളൊക്കെ തന്നെ അനാവശ്യ യാത്രക്കാരൊക്കെ ചുരത്തിലൂടെയുള്ള യാത്ര ഒഴിവാക്കാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയോ അല്ലെങ്കിൽ പേരിയ കുറ്റ്യാടി ചുരം വഴിയൊക്കെ വാഹനങ്ങൾ കടന്നു പോകണമെന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ബലക്ഷയം പരിശോധിച്ച ശേഷം പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ ബബീഷ് കൊക്കോടിക്കൊപ്പം ഫൈസൽ നെടുമ്പാല, മീഡിയ 1 വയനാട്.